ഫിഫ ലോകകപ്പ് 2026 പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയോട് 2-നെതിരെ 3 ഗോളുകൾക്ക് തോറ്റു പുറത്തായതിനു പിന്നാലെ ഫിഫയ്ക്കും റഫറിമാർക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഈജിപ്ത് ടീം. തങ്ങളെ മനഃപൂർവ്വം ചതിക്കുകയായിരുന്നു എന്നും ഈ ലോകകപ്പ് ടൂർണമെന്റ് മുഴുവൻ അർജന്റീനയെയും ലയണൽ മെസ്സിയെയും വിജയിപ്പിക്കാൻ വേണ്ടി മാത്രം നേരത്തെ തന്നെ തയ്യാറാക്കപ്പെട്ടതാണെന്നും ഈജിപ്ത് മുഖ്യ പരിശീലകൻ ഹുസാം ഹസൻ തുറന്നടിച്ചു. മത്സരത്തിലെ വിധി നിർണായകമായ റഫറിംഗ് പിഴവുകൾ ചൂണ്ടിക്കാണിച്ചാണ് വാർത്താ സമ്മേളനത്തിൽ ഹുസാം പൊട്ടിത്തെറിച്ചത്. ബീയിൻ സ്പോർട്സിനും വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കും നൽകിയ അഭിമുഖത്തിൽ ഹുസാം ഹസൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഒരുപക്ഷെ അവർക്ക് ലോക ചാമ്പ്യന്മാരെ ഈ ടൂർണമെന്റിൽ നിലനിർത്തണമായിരിക്കാം. മെസ്സി കിരീട പോരാട്ടത്തിൽ തുടരണമെന്ന് അവർ ആഗ്രഹിച്ചു കാണും. ഫുട്ബോളിൽ ചിലപ്പോൾ കളി മികവിനും സാങ്കേതിക വശങ്ങൾക്കും അപ്പുറം ചില ബാഹ്യശക്തികൾ ഇടപെടാറുണ്ട്. അർജന്റീനയ്ക്ക് ഇവിടെ എല്ലാ തലങ്ങളിൽ നിന്നും അന്ധമായ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇതിനെ വെറുമൊരു ദൗർഭാഗ്യം എന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇന്ന് വളരെ ക്രൂരമായി വഞ്ചിക്കപ്പെടുകയായിരുന്നു. കടുത്ത അനീതിയാണ് ഞങ്ങൾ അനുഭവിച്ചത്. ഗ്രൗണ്ടിൽ എവിടെയും ബഹുമാനമോ ഫെയർ പ്ലേയോ ഞങ്ങൾ കണ്ടില്ല. അറ്റ്ലാന്റയിലെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 78 മിനിറ്റ് വരെ ഈജിപ്ത് 1-നെതിരെ 2 ഗോളുകൾക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ മത്സരത്തിലുടനീളം റഫറി ഫ്രാൻസ്വാ ലെറ്റസ്കിയർ എടുത്ത തീരുമാനങ്ങളാണ് ഈജിപ്തിനെ ചൊടിപ്പിച്ചത്. ഈജിപ്ത് 1-0 മുന്നിൽ നിൽക്കുമ്പോൾ മുസ്തഫ സിക്കോ ടീമിന്റെ 2ാം ഗോൾ നേടിയിരുന്നു. എന്നാൽ കളി ആരംഭിച്ച് ഏറെ മുൻപ് ലിസാൻഡ്രോ മാർട്ടീനസിനെതിരെ ഫൗൾ നടന്നു എന്ന് കാണിച്ച് VAR ഇടപെട്ട് ആ ഗോൾ റദ്ദാക്കി. എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ 3ാം വിജയ ഗോൾ നേടുന്നതിന് തൊട്ടു മുൻപ് ഈജിപ്ഷ്യൻ താരം ഹംദി ഫതിയുടെ ജേഴ്സി അർജന്റീനൻ മധ്യനിര താരം അലക്സിസ് മാക്കലിസ്റ്റർ പിന്നിൽ നിന്ന് വലിച്ചു പിടിച്ചിരുന്നു. ഇത് വ്യക്തമായ പെനാൽറ്റിയോ ഫൗളോ ആയിരുന്നിട്ടും റഫറിയോ VARോ അത് പരിശോധിക്കാൻ പോലും തയ്യാറായില്ല. ബോക്സിനുള്ളിൽ വെച്ച് മുഹമ്മദ് സലാഹിനെ ജൂലിയൻ അൽവാരസ് ചവിട്ടി വീഴ്ത്തിയിട്ടും കളി തുടരാൻ റഫറി അനുവദിച്ചതും കൗണ്ടർ അറ്റാക്കിലൂടെ അർജന്റീനയ്ക്ക് അനുകൂലമായി മാറിയതും ഈജിപ്ത് ക്യാമ്പ് ചൂണ്ടിക്കാണിക്കുന്നു. ഫുട്ബോൾ ഭരണസംഘടനയായ ഫിഫയ്ക്കും ടൂർണമെന്റ് സംഘാടകർക്കുമെതിരെ ശക്തമായ ഭാഷയിലാണ് ഹസൻ തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഒരു മുഴുവൻ രാജ്യത്തിന്റെ അധ്വാനമാണ് റഫറി ഇവിടെ ഇല്ലാതാക്കിയത്. ഞാൻ ഇനി ഈ ലോകകപ്പിലെ ഒരു മത്സരവും കാണാൻ പോകുന്നില്ല. ഈ അനീതിക്കെതിരെ എനിക്ക് സംസാരിക്കാനുള്ള എൻ്റെ സ്വന്തം ശൈലിയാണിതെന്നാണ് ഹുസാം ഹസൻ വ്യക്തമാക്കിയത്.